എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗമാണ്. അതായത് സുവിശേഷം പറയുന്നതിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. ദൈവദിനത്തെ പറയുക, യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറയുക എന്നൊരു വലിയ ദൗത്യം ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികളിലുമുണ്ട്. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കർത്താവ് നിങ്ങളിൽ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിലേക്ക് കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും നടത്തട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ചർച്ചിന് 100 പ്ലാനുകളുണ്ട് ആത്മാക്കളെ നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക്. നിങ്ങൾ ആരെങ്കിലും ആ പ്ലാനോട് ജോയിൻ ചെയ്യാൻ തയ്യാറായാൽ we can work together. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഈ വർഷം എൻ്റെ വീടിന് ചുറ്റും, എൻ്റെ വീടിനെ അടുക്കൽ ഒരു നാട്ടിലുണർവ് നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പബ്ലിക് മീറ്റിംഗ് നടത്താൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരാളെ നേടണം. എൻ്റെ ദേശത്തിലെ നിവാസികളെ എനിക്ക് യേശുവിനെ അറിയിക്കണം. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? പണമല്ല ആവശ്യം, വിഷനാണ് ആവശ്യം. അങ്ങനെ വിഷൻ ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ കൈ ഒന്ന് ഉയർത്തി കാണിച്ച്. എല്ലാവരും ഉയർത്താനല്ല ഞാൻ പറഞ്ഞേ. എൻ്റെ നാട്ടിൻ്റെ, എൻ്റെ ചുറ്റളവിൽ എനിക്കൊരു മീറ്റിംഗ് നടത്തണം. ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് തന്നേ. സൂപ്പർനാച്ചുറൽ. ഈ വർഷം ഞാൻ ഇന്നത് ചെയ്തു എന്ന് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ കഴിയണം. ഞാൻ ചിലത് ചെയ്തു. എൻ്റെ വീടിന് വേണ്ടി ഞാൻ കരുതിയതുപോലെ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലത് ഞാൻ ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിയണം. Are you ready? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം പറയട്ടെ. ഞാൻ ലീഡേഴ്സിനോട് പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം കഴിയുന്നതിൻ്റെ ഇടയിൽ അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകും, ഞാൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എനിക്കിപ്പോഴും ആ തീഷ്ണതയിൽ നിൽക്കുമോ. പക്ഷെ നിങ്ങൾ എങ്ങനെ എല്ലാവരും കൂടെ മുന്നോട്ട് വിളിക്കുന്നേ?
I don't know. But I'm going to pray for you now. Something supernatural is going to happen now. ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ, ഈ പരിസരം ദൈവദൂതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ പരിസരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ ആരെങ്കിലും വിശ്വാസത്തോടെ സുവിശേഷത്തിനു വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ കൈനീട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അടുത്ത വർഷം ക്രോസ് ചെയ്യുന്നത് സൂപ്പർ നാച്ചുറലായ ചില അനുഭവങ്ങൾ കൊണ്ടായിരിക്കും. നോ ഡൗട്ട്. Come on, കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. La thana makasakaraba runa masakaraba lorana la baba babariato ramjani andalako rasamini andalako. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു നാട്ടിൽ ഉണർവാ എനിക്ക് നടത്താൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്നവരൊന്ന് കര ഉയർത്തി കാണിച്ചേ. അങ്ങനെ ചിന്തിക്കുന്നവരൊന്ന് കര ഉയർത്തി കാണിച്ചേ. ക്യാൻ യു കം ഫോർവേഡ്? നിങ്ങൾക്കൊന്ന് മുന്നോട്ട് വരാവോ? ഞാൻ രണ്ടാമതൊരു കൂട്ടരെയും കൂടെ വിളിക്കുക. എനിക്ക് യേശുവിനെ പറയണം, എനിക്ക് യേശുവിനെ പറയണം. ടാർഗറ്റ് ചെയ്ത് മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത് എനിക്കൊരാളോട് കൂടെ യേശുവിനെ പറയണം, എനിക്കൊരാളോട് കൂടെ യേശുവിനെ പറയണം. Come on church. എനിക്ക് യേശുവിനെ പറയണം, എനിക്ക് യേശുവിനെ പറയണം. മുന്നോട്ട് കരുതുന്നേ, മുന്നോട്ട് കരുതുന്നേ, മുന്നോട്ട് കരുതുന്നേ. എനിക്ക് യേശുവിനെ പറയണം, എനിക്ക് യേശുവിനെ പറയണം. സ്വർഗത്തെ സ്വാധീനിക്കുന്ന വ്യക്തിയായി എനിക്ക് മാറണം, സ്വർഗത്തെ സ്വാധീനിക്കുന്ന വ്യക്തിയായി എനിക്ക് മാറണം, സ്വർഗത്തെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. എനിക്ക് അടൂരിൽ നിന്ന് വരുന്നൊരു മോളെ അറിയാം. ഈ 2 ആഴ്ച മുമ്പ് പരിചയപ്പെട്ടത്. ഞാൻ അവളെ നോക്കിയപ്പോൾ അവളെ ആങ്ങളയ്ക്ക് വേണ്ടി വന്നിരിക്കുമോ? ആദ്യമായിട്ട് കാണുമോ? 4 ആഴ്ച മുമ്പാണ് ഞാൻ പരിചയപ്പെട്ടെ. അവളോട് സംസാരിച്ചപ്പോൾ ആദ്യം തന്നെ അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുന്ന ഒരു സഹോദരിയായത് മാറാൻ പോവുക. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ അതിലൊന്നോ, എൻ്റെ മോൻ പഠിക്കുക, അവന് വേണ്ടിയുള്ള ചെലവെടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സുരക്ഷയിലേക്ക് കൊടുക്കാനേ ആഗ്രഹമുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ചില ആളുകളുടെ മുഖം ഓർമ്മ വന്നു. അങ്ങനെ വന്നവരൊന്ന് കരയുയർത്തി കാണിച്ചു. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അതൊരു നല്ല ലക്ഷണമാണ്. ചില പ്ലാനുകൾ തോന്നി, അങ്ങനെ തോന്നി വരുന്ന കാര്യങ്ങൾ വണ്ടർഫുൾ. ഇതിവിടെ ഇട്ടേച്ച് പോകല്ലേ, വീട്ടിൽ പോയിട്ട് നിങ്ങളിത് എഴുതണം, എന്നിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ചർച്ചിലെ ലീഡേഴ്സിന്റെ കയ്യിലേക്ക് നിങ്ങളത് പാസ് ചെയ്യണം. നിങ്ങളായിരിക്കുന്ന ചർച്ചിന്റെ ലീഡേഴ്സിന്റെ കയ്യിലേക്ക് ഞാൻ ഈ പറയുന്ന കാര്യം എഴുതിയിട്ട് ഇന്ന കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എഴുതിയിട്ട് പാസ് ചെയ്യണം. എല്ലാ ഒരു ദിവസവും ഞാൻ പ്രാർത്ഥിച്ചോളാനൊന്നും എനിക്ക് കേൾക്കാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പ്രയർ നമുക്കുണ്ട്, അന്യഭാഷയുടെ. ആ പ്രയറിൽ ഒരു ഭാഗം ആളുകളെ നമുക്ക് കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചു തുടങ്ങാം. We can do something. നിങ്ങളുടെ പ്ലാനുകൾ എഴുതണം. നിങ്ങൾ ആ പ്ലാനുകൾ വായിച്ച് പഠിച്ച് എന്ത് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എനിക്കൊരു റോബിൻ ബ്രദറുണ്ട്. എൻ്റെ വീട്ടിലെ വെള്ളച്ചാട്ടവും മീനിന്റെ കുളവും എല്ലാം ഉണ്ടാക്കി തന്ന മനുഷ്യന് ഫ്രീ ആണ് കേട്ടോ. 5 പൈസ കൊടുത്തിട്ടില്ലേ? ആളുകൾ കണ്ട കൊട്ടാര സഹിതമായ വീടിന്റെ മുമ്പിലുള്ള സകല പരിപാടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കണ്ടൊരു പ്രത്യേകത,
കിട്ടുന്ന പൈസ മുഴുവൻ എങ്ങനെ സുവിശേഷ വിലയ്ക്ക് ചെലവാക്കണമെന്നാ ചിന്ത. എനിക്കൊരു തിരുവല്ലയിൽ ഒരു റജി ബ്രദർ അറിയാം. എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം, എനിക്കൊരു വീടുണ്ട് ബ്രദർ, അത് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നതിന്? അത് വിറ്റിട്ട് സുവിശേഷ വിലയ്ക്ക് കൊടുക്കാൻ ആഗ്രഹം. ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചായ വീട് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഞാൻ പറഞ്ഞു, ആ വസ്തു വിറ്റിട്ട് അങ്ങനെ കൊടുക്കണ്ട. നമുക്ക് ഇമോഷൻ ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല. കർത്താവ് സംസാരിക്കുന്നവരെ കാത്തിരിക്കേ. എനിക്ക് വേണമെങ്കിൽ സ്ക്രൂ ഒക്കെ കൂട്ടായിരുന്നു കേട്ടോ. സ്ക്രൂ കൂട്ടലല്ലോ നമ്മുടെ പരിപാടി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ടേക്ക് എ ഡിസിഷൻ. ഞാൻ ഓരോ വർഷവും ചെയ്യേണ്ടത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. 2027 വരെ ചെയ്യേണ്ടത് മനസ്സിലുണ്ട്. നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ടതിന് ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ആർ യു റെഡി? നിങ്ങളുടെ ഡിസിഷന്റെ മേൽ ഈ രാത്രിയിൽ ദൈവം സീൽ ചെയ്യും. ഞാനൊന്നും കൂടെ ആവർത്തിച്ച് പറയാം. നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷന്റെ മേൽ ദൈവം തന്റെ സീലിനെ പതിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനും പാഴായി പോകുന്നത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷന്റെ മേൽ സൂപ്പർ നാച്ചുറലായ ഒരു വിസിറ്റേഷൻ എൻ്റെ ദൈവം ചെയ്യുകയാണ്. ഓ കം ഓൺ ചർച്ച്, കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ട്. ഇനി അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കൂ. സുവിശേഷത്തിന് വേണ്ടി എന്താണോ നിങ്ങൾ ഡിസിഷൻ എടുത്തത്, അതിനു വേണ്ട വരങ്ങൾ, അതിനു വേണ്ടിയ കൃപ, അതിനു വേണ്ടിയ ദൈവിക ജ്ഞാനം, അതിനു വേണ്ടിയ സമ്പത്ത് ഈ രാത്രിയിൽ എൻ്റെ ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. Now is your day. ഇത് നിങ്ങളുടെ സമയമാണ്. Come on, receive a impartation. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന ഭാരം ഇവരുടെ അകത്തേക്ക് ഇംപാർട്ടഡ് ആകട്ടെ. അപ്പ സുവിശേഷത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി, യേശുവിന്റെ രാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി തീ പോലെ ചിലത് ചെയ്തെടുപ്പാൻ ഈ പകൽ ഇവിടെ ഇംപാക്റ്റഡ് ആകട്ടെ. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഭൂതങ്ങൾ ഇളകാൻ പോകുന്നു. നിങ്ങൾ ചെല്ലുന്ന വീടുകളിൽ രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങൾ കൈപിടിക്കുന്ന വ്യക്തികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അസാധാരണമായത് നിങ്ങളുടെ വീട്ടിൽ ഈ പകൽ മുതൽ, നിങ്ങളുടെ കൈകളിൽ ഈ പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. കൈകളടിച്ച് കൈകളടിച്ച് അഭിഷേകത്താൽ ദൈവശക്തിയെ റിസീവ് ചെയ്താണ്. ഫയർ 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 ഫയർ, തീ 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 തീ. രാധല ദനകബ സധല രാധല കരകബ രാധന നനകസലമ റീനമന സിതലകതരകബ ലീനമന നനിയന്ധലബ. ഈ രാത്രിയിൽ ചിലരെ ദൈവദൂതന്മാർ സന്ദർശിക്കട്ടെ. ചില കൃപാവരങ്ങളിലേക്ക് ഇവർ കയറട്ടെ, പ്രവചിക്കട്ടെ, രോഗശാന്തി ചെയ്യട്ടെ, ഭൂതങ്ങളെ പുറത്താക്കട്ടെ. അസാധാരണമായ ഒരു അധികാരം ഈ പകൽ മുതൽ ഒരു കൈകാര്യം ചെയ്യട്ടെ. Now in Jesus name, now in Jesus name. Come on church, അല്പനേരം കൂടെ കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. Thank you Holy Spirit, we worship you Lord. ഞാൻ എഴുതിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വരികളുടെ പാട്ടാണ്. ആത്മാക്കൾ കൂടയവനെ, ആത്മാക്കൾ കൂടയവനെ,
ആത്മാക്കളെ തരേണമേ, ആത്മാക്കളെ തരേണമേ. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മളെ കേൾക്കുന്ന, യൂട്യൂബിലൂടെ കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? ഈ രാത്രിയിൽ നിങ്ങളുടെ മുറിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടൊരു വെളിപ്പാട് പറയട്ടെ. ചിലരുടെ പട്ടണങ്ങളിൽ ദൈവദൂതന്മാർ ഇപ്പോഴേ വിസിറ്റ് ചെയ്യുന്നു. ചിലരുടെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവം മാർക്ക് ചെയ്യുന്നു. ചിലരുടെ വീടുകളെ ദൈവം അസാധാരണമായ ചില കാര്യങ്ങൾക്കായി വേർതിരിക്കുന്നു. ഒരു ടോർച്ച് അടിച്ചാൽ ഒരു സ്ഥലം കാണാൻ കഴിയുന്നത് പോലെ ദൈവിക വെളിച്ചം ഓരോ ഏരിയയിലേക്ക് കടന്നു വരുന്നു. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ഇത് യേശു നഫ്താലിയുടെ ദേശത്ത് വന്ന് താമസിച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ ദൈവിക വെളിച്ചത്തിലേക്ക് വന്നതുപോലെ ഈ പകൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷന്റെ മേൽ സ്വർഗത്തിന്റെ അസാധാരണമായ കരങ്ങൾ ഈ രാത്രിയിൽ ചലിക്കുകയാണ്. ഓ ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കളെ തരേണമേ, ആത്മാക്കളെ തരേണമേ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കളെ തരേണമേ, ആത്മാക്കളെ തരേണമേ. സുവിശേഷം പറയാൻ പോയിട, രക്ഷകനെ പറയാൻ പോയിട, സുവിശേഷം പറയാൻ പോയിട, എന്റെ രക്ഷകനെ പറയാൻ പോയിട. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാ, ജീവൻ പറയാ. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാ, നിത്യജീവൻ പറയാ. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കളെ തരേണമേ, ആത്മാക്കളെ തരേണമേ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കളെ തരേണമേ, ആത്മാക്കളെ തരേണമേ. നാം ചെയ്ത നീതി പ്രവൃത്തികളാൽ അല്ലേ, അല്ലേ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, കർത്താവേ ഈ രാത്രിക്കായി സ്തോത്രം. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേര് ഒരു ദൈവിക സന്ദർശനം നിങ്ങൾക്കുണ്ടാകുന്നതായി അനുഭവിച്ചവരുണ്ട്? അവരുടെ കൈകളൊന്ന് ഉയർത്തി കാണിച്ച്. ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കൈകളിൽ ഒരു ദൈവിക ബലം വന്നത് അനുഭവിച്ചിരുന്ന കരങ്ങൾ ഉയർത്തിക്ക്. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ കൈകൾ അസാധാരണമായ ചില കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവം പ്രയോജനപ്പെടുത്തും. നോ ഡൗട്ട്. That is a power of the gospel. അത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. അത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. അത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. ആരെങ്കിലും സുവിശേഷം പറയാൻ തയ്യാറായാൽ അവരോട് കൂടെ ചലിക്കുന്ന സ്വർഗത്തിന്റെ ശക്തി ഈ രാത്രി മുതൽ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ പ്രവർത്തനങ്ങളോടൊപ്പം, നിങ്ങളുടെ ഡിസിഷനോടൊപ്പം ചലിക്കുകയാണ്. ഫാദർ, താങ്ക് യു വെരി മച്ച്. ഈ രാത്രിക്കായി നന്ദിയപ്പാ. അവിടുന്ന് ചെയ്യുന്ന അങ്ങയുടെ മഹത്വപൂർണമായ കൃപയ്ക്കായി നന്ദി. ഈ ജനത്തിന്റെ ഉള്ളിൽ നീ കൊടുത്ത വിഷനായി സ്തോത്രം. ഈ ജനത്തിന്റെ ഉള്ളിൽ കൊടുത്ത താല്പര്യത്തിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം ആമേൻ. ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾ ഒരു അത്ഭുതമായിരിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ എപ്പോഴാണോ അതിൽ സ്റ്റെപ്പ് വെക്കുന്നത് അപ്പോൾ നിങ്ങളൊരു അത്ഭുതമാണെന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കുമ്പോൾ മനസ്സിലാകും. ലോകം കാണുവാനിടയാകും, നിങ്ങളുടെ വീട് കാണുവാനിടയാകും, നിങ്ങളുടെ ചുറ്റുപാടുകൾ കാണുവാനിടയാകും. നിങ്ങളൊരു അത്ഭുതമാണ്. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് ഇത്. നമ്മുടെ നിംസി ആൻറ്റിയാണ്. നിംസി ആൻറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നിംസി ടീച്ചറാണ്, ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ടീച്ചറിൻ്റെ സാക്ഷ്യം ടീച്ചർ തന്നെ പറഞ്ഞാട്ടെ സിസ്റ്റർ. എനിക്ക് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ഈ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, ഇടത് ഭാഗത്തായിട്ടൊരു വേദനയുണ്ട്. 3 വർഷമായിട്ട് ഈ സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. സൈഡ് ചരിഞ്ഞ്, ഇടത്തെ സൈഡ് ഇടത് സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. എങ്കിലും ഭയങ്കരമായിട്ട് വേദനിക്കും. ചില സമയം എണീക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ശ്വാസം പിടിച്ചിട്ടല്ല എണീക്കുന്നത്. ആ സമയത്ത് ഫുൾ ടൈം വേദനയായിരിക്കും. ഒരു 3 ആഴ്ചക്ക് മുമ്പുള്ള ഒരു വ്യാഴാഴ്ച രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സിനെ കാണിച്ചായിരുന്നു ടീച്ചർ? ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കും അവിടെ എന്ത് അവയവമാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളോട് ചോദിക്കും എന്ത് അവയവമാണ് ഇരിക്കുന്നത്, അവിടെ എന്ത് അവയവമാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യപ്പെട്ടില്ല. ഈ ഒരു 3 ആഴ്ചക്ക് മുമ്പുള്ള വ്യാഴാഴ്ച രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഒട്ടും കഴിയുന്നില്ല. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അത്ര വേദനയായിരുന്നു. എന്നാലും ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞില്ല. സ്കൂളിൽ പോയി, അന്ന് അസംബ്ലി കഴിഞ്ഞ് എല്ലാ ക്ലാസ്സുകളിലും പോയി, എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ബ്രദറിൻ്റെ മീറ്റിങ്ങിനെ നോക്കുകയായിരുന്നു. അതെ, അന്ന് തൃശ്ശൂരിലെ പബ്ലിക് മീറ്റിംഗ് ആയിരുന്നു. അതെ, മിറക്കിൾ സ്ട്രീം. അപ്പോൾ ഞാനതിങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ പാറശാല നിന്നൊരു പയ്യന് വേണ്ടി ക്യാൻസറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കായിരുന്നു. എന്നിട്ട് ബ്രദർ പറഞ്ഞു, നടുവിൽ മുഴകളുള്ളവർ അല്ലെങ്കിൽ ശരീരത്തിൽ മുഴകളുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലൈവിൽ എൻ്റെ ഓഫീസ് റൂമിനകത്ത്. അതെ, അപ്പൊ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സാന്നിധ്യം ഇറങ്ങി. ഒരു കറണ്ട് എന്റെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ആ സമയം തന്നെ എനിക്ക് ആ വേദന മാറിപ്പോയി. അതെ, അതിനുശേഷം ഇതുവരെ ആ വേദനയില്ല. ഡെയിലി അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയായിരുന്നു ടീച്ചറിന്. ഇപ്പം ഏകദേശം 3-4 ആഴ്ചയോളം ഇപ്പൊ ഒരു പ്രയാസമില്ല, വേദനയില്ല. ആ സൈഡ് തിരിഞ്ഞ് കിടക്കാം, ഒരു പ്രയാസമില്ല, വേദനയില്ല. ആമേൻ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറയും. സഹോദരങ്ങളെ, ഇത് സഭയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സൗഖ്യമല്ല, ഓൺലൈനിൽ പ്രാർത്ഥനയിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് കൊടുത്ത വലിയ അത്ഭുതമാണ്. വിശ്വാസത്തോടെ ഇന്ന് ഇതിനകത്ത് ആയിരിക്കുന്നവരും ഓൺലൈനിൽ ആയിരിക്കുന്നവരോട് എനിക്ക് ദൂത് പറയാനുള്ളത്, നീ വിശ്വാസത്തോടെ ആയിരുന്നാട്ടെ. അത്ഭുതങ്ങൾ സാധാരണമാണ്. ഇന്ന് ഈ രാത്രി നിങ്ങളുടെ വീടുകളിലെ അത്ഭുതത്തിന്റെ രാത്രിയാകാൻ പോവുക. അതിനുശേഷം ടീച്ചറ് പിന്നെ ഇതൊരു വേദനയില്ല. പിന്നെ ഇതുവരെ ആ വേദന വന്നിട്ടില്ല. നമ്മള് വിശ്വാസത്തോടു കൂടെ എന്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുക. ടീച്ചറെ, ഇപ്പൊ ഒരു കൂട്ടം ജനത്തിനകത്തുണ്ട്, അതിനോടൊപ്പം ഓൺലൈനിൽ നമ്മളെ കാണുന്നുണ്ട് ഒരുപാട് പേരുണ്ട്, രോഗത്താൽ ഭാരത്തായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്തോ ടീച്ചറിന് പറയാനുള്ളത്? നമ്മൾ എവിടെയായിരുന്നാലും ആ വിശ്വാസത്തോടു കൂടെ നമ്മൾ ആ വചനം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത് നൽകുക തന്നെ ചെയ്യും. ഇന്ന് ഓൺലൈനിലായിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ പോവുക, വീര്യപ്രവൃത്തികൾ അനുഭവിക്കാൻ പോകുന്ന ഒരു രാത്രിയാണ്. അതുകൊണ്ട് കരങ്ങളെ അടിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം, സന്തോഷത്തോടെ ആ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അവൻ്റെ അത്ഭുത കരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ശ്രേഷ്ഠ നാമത്തിനായി നന്ദി പറയാം. നമ്മളായിരിക്കുന്നത് കർത്താവിന് മുൻപിലാണ്, അവൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഓരോ ഉദ്ദേശവും ദൈവത്തിൻ്റെ ഉദ്ദേശമാകുന്നു. അവൻ്റെ ശ്രേഷ്ഠ വിളിയിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിലായിരിക്കുന്ന ഏത് കാര്യവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അവൻ അതിനെ നിങ്ങൾക്ക് മെഴുകു ഒഴുകുന്നത് പോലെ ഉരുക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, അതിനൊരു സൊല്യൂഷനെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. വലിയ നന്മകൾ കൊണ്ട്, വലിയ കൃപകൾ കൊണ്ട് ഈ വീടുകൾ നിറയട്ടെ അപ്പാ. ആരായിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ എന്തിനാണ് വിളിച്ചതെന്ന്, ആ ദൈവിക ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലത് ചെയ്യുവാൻ തക്കോണം കർത്താവെ ഇവരുടെ കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയിരിക്കാൻ നന്ദി പറയുന്നു. ഇവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ അടിയിൽ വരയിട്ടതുപോലെ ചിലത് ചെയ്യുവാൻ തക്കോണം അപ്പോൾ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന്
ശ്രേഷ്ഠമായ അനുഭവങ്ങൾക്ക് ഒക്കെ ഇവർ പാത്രമായി തീരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ കുടുംബങ്ങളിലായിരിക്കുന്ന കർത്താവേ, സങ്കടങ്ങളിലായിരിക്കുന്ന അപ്പോൾ ഇവരുടെ ലൈഫിൽ ദൈവത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകട്ടെ, ദൈവിക സന്തോഷമുണ്ടാകട്ടെ, ദൈവിക നന്മകളുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് വാരിയലിന് താഴെയായിട്ട് അവിടെ ബൾജ് ചെയ്തതുപോലെ വന്നിട്ടുണ്ട്. അതേപോലെ അവിടെ ചെറിയ വേദനയും പ്രയാസവുമുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വേദനയിൽ നിന്ന്, ആ ബൾജ് ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി വിടുവിക്കുന്നത് കാണാം. അതിപ്പോൾ സൗഖ്യമാകുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവിക ശക്തി ചലിക്കട്ടെ അപ്പ, ദൈവിക ശക്തി ചലിക്കട്ടെ അപ്പ, ദൈവിക ശക്തി ചലിക്കട്ടെ അപ്പ. കർത്താവെ, അതേപോലെ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവർ, ജപ്തിയുടെ മുൻപിലായിരിക്കുന്നവർ കർത്താവിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പ, കർത്താവിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പ, ദൈവിക നന്മകളെ അനുഭവിക്കട്ടെ അപ്പ, അവിടുത്തെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ. ഈ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ കർത്താവേ അപ്പാ, അവിടുത്തെ പ്രവൃത്തികൾ അനുഭവിക്കട്ടെ അപ്പാ. ഞെരുക്കം മാറട്ടെ അപ്പാ. കർത്താവെ, തടസ്സങ്ങൾ നീങ്ങട്ടെ അപ്പാ. കർത്താവെ, ഇവരായിരിക്കുന്ന തകർച്ചകളിൽ നിന്ന് പുറത്തു വരട്ടെ അപ്പാ. യേശുവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി. എന്നോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളിൽ അപ്പോൾ അത്ഭുതങ്ങളെ ചെയ്തോർത്ത് നന്ദി പറയുന്നു, അത്ഭുതങ്ങളെ ചെയ്തോർത്ത് നന്ദി പറയുന്നു കർത്താവേ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലെസ് യു.